Hi students, magnetism and matter എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് തന്നെ തീർക്കുകയും ചെയ്യും. വളരെ ചെറിയ ചാപ്റ്ററാണ്. ചെറിയ ടൈമിനുള്ളിൽ നമ്മളിത് ഫിനിഷ് ചെയ്യും. കാരണം ഈ എക്സാമിന് വേണ്ട പോർഷൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റർ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇല്ലേ, ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ്, സെയിം പ്രോപ്പർട്ടീസ് മാഗ്നറ്റിസത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നുള്ളൂ. ഒന്നിന്റെയും ഡെറിവേഷൻ പഠിക്കുന്നില്ല. അതിനാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്റർ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യാൻ പോവാണ്. ഈ ചാപ്റ്റർ ഏറ്റവും ഷോർട്ടായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മിനിമം ഇത്രയെങ്കിലും പഠിച്ചു പോവാം. എക്സാം അടുത്താണല്ലോ അല്ലേ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ചാർജസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ, ചാർജിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ചാർജ് ടു ടൈപ്സ് ആണുള്ളത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ചാർജിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യൂ ആണ്. മാഗ്നറ്റിസത്തിൽ നമ്മൾ മാഗ്നറ്റ്സിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. മാഗ്നറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ചേർന്നതാണ്. ഓക്കെ, മാഗ്നറ്റ് ആണോ അതിന് നോർത്ത് പോളും ഉണ്ടാവും സൗത്ത് പോളും ഉണ്ടാവും. അതായത് മാഗ്നറ്റ് എപ്പോഴും ഡൈപോളിന്റെ രൂപത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുക, നോർത്ത് പോളും സൗത്ത് പോളും. പക്ഷേ ഈ ഇലക്ട്രിക് ചാർജസ് മോണോപോളാ, ഡൈപോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഇലക്ട്രിക് ഡൈപോൾസ് ഉണ്ട്, അത് വേറെ. പക്ഷെ നമുക്ക് ചാർജസ് മോണോപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യാം. അതായത് നെഗറ്റീവ് ചാർജിനും പോസിറ്റീവ് ചാർജിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ മാഗ്നറ്റിന്റെ നോർത്തും സൗത്തും പോൾസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പീസ് നോർത്ത് പോൾ മാത്രമോ ഒരു പീസ് സൗത്ത് പോൾ മാത്രമോ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു മാഗ്നറ്റിനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കട്ട് ചെയ്യുന്നതിനോട് ചേർന്നിട്ടുള്ള ഭാഗം വീണ്ടും സൗത്തും നോർത്തും ആയി മാറി വീണ്ടും മാഗ്നറ്റിക് ഡൈപോൾ തന്നെയാണ് ഫോം ചെയ്യുക. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കണേ. ഇനി മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് പോൾ സ്ട്രെങ്ത്. ഓക്കെ, മാഗ്നറ്റിക് പോളിന്റെ സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് പോൾ സ്ട്രെങ്ത്. ഇത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ QM ആണ്, QM. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള എല്ലാ ഇക്വേഷനും Q ഉള്ള എല്ലാ ഇക്വേഷനും മാഗ്നറ്റിസത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് Qക്ക് പകരം QM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയോ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ P is equal to 2AQ ആണ്. എന്താ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഈ സ്മോൾ ഡിസ്റ്റൻസ് ആണ് 2A എങ്കിൽ ഒന്നിന്റെ ചാർജ് Q ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ 2AQ ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പറഞ്ഞാൽ എന്താ? നോർത്ത് ആൻഡ് സൗത്ത് പോൾ സെപ്പറേറ്റഡ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ് 2A. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനിലെ നമ്മൾ നേരത്തെ പഠിച്ച ഈ ഇക്വേഷനിലെ P is equal to AQ, ആ ഇക്വേഷൻ കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി, വേറെ ഡെറിവേഷൻ ഒന്നും വേണ്ട. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M is equal to 2A into QM. Qക്ക് പകരം QM കൊടുക്കുക. സെപ്പറേഷൻ ആണ് 2A, അതിന് മാറ്റമൊന്നുമില്ല. 2A എന്ന് പറഞ്ഞാൽ നോർത്തും സൗത്തും പോൾസ് തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പൊ P is equal to 2AQ പോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? M is equal to 2AQM. അടുത്തതാണ് കൂളോംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമുക്ക് മാഗ്നറ്റിസത്തിലും ഒന്ന് എഴുതി നോക്കാം. കൂളോംസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്തായിരുന്നു? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് F is equal to 1/4πε0 Q1 Q2 by R square. Here in magnetism the force of attraction or repulsion between poles അല്ലേ, ഫോർ എക്സാമ്പിൾ ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളും വേറൊരു മാഗ്നറ്റിന്റെ സൗത്ത് പോളും അടുത്ത് കൊണ്ടുവച്ചായിരിക്കും, ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. F is equal to ഒരു കോൺസ്റ്റന്റ് വേണം അല്ലേ. 1/4πε0ക്ക് പകരം മാഗ്നറ്റിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് μ0/4π. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാവും, ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇത് ബയോട്ട് സാവർട്സ് ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് μ0/4π ആണല്ലോ. ഓക്കെ, ഇനി Q1 into Q2ക്ക് പകരം QM1 into QM2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. പിന്നെ സെപ്പറേഷൻ എന്തായാലും R സ്ക്വയറിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇക്വേഷൻ എന്തെന്ന് വന്നു? μ0/4π QM1 QM2 by R സ്ക്വയർ എന്ന് വന്നു. R സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F/Q ആണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ. F/Q
ഫോഴ്സ് ബൈ ചാർജ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാൻ എന്തായിരിക്കും ചെയ്യുക? ബി ഈസ് ഈക്വൽ ടു, ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എഫ് ഡിവൈഡഡ് ബൈ ക്യൂക്ക് പകരം ക്യൂ എം. പോൾ സ്ട്രെങ്ത്, ചാർജിന് പകരം ഇവിടെ പോൾ സ്ട്രെങ്ത് എഴുതുക മാത്രം ചെയ്താൽ മതി. എഫ് വെക്ടർ ആണ്, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ആണ് അല്ലേ. വെക്ടർ ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്ത് പഠിക്കാം, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ ഈ ഫിഗർ നോക്കുക, മൈനസ് ക്യൂ ചാർജും പ്ലസ് ക്യൂ ചാർജും സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ടു എ. ഇതാണ് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിലുള്ള ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 2p/r³. അതേപോലെ ഈ ഇക്വറ്റോറിയൽ കാണാനുള്ള ഇക്വേഷൻ, ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇക്വറ്റോറിയൽ കാണാനുള്ള ഇക്വേഷൻ 1/4πε0 -p/r³. നമ്മൾ പണ്ട് ബൈ ഹാർട്ട് ചെയ്ത ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റിക് ഡൈപോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഡൈപോളിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? ബാർ മാഗ്നറ്റ്. അതെങ്ങനെയാ നമുക്കറിയാം? ബാർ മാഗ്നറ്റ് സ്ട്രെയിറ്റ് റോഡാണ്, ചെറിയ റോഡാണ്, നോർത്ത് ടു സൗത്ത്, സ്മോൾ നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള സെപ്പറേഷൻ, സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, ബി ആക്സിയലും ബി ഇക്വറ്റോറിയലും കണ്ടുപിടിക്കണം. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും പോണ്ട, ജസ്റ്റ് ഓരോ ടേമിനും കറസ്പോണ്ടിങ് ആയുള്ള ടേംസ് ഇവിടെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ ആക്സിയൽ 1/4πε0 ആണ് ഇവിടെ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? ബി ആക്സിയലിൽ എന്ത് വരും? ബി. ബി ആവുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ കോൺസ്റ്റന്റ് 1/4πε0 ആണോ? അല്ല, μ0/4π ഇൻറ്റു 2 ഇൻറ്റു ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ r³. സിമിലർലി ബി ഇക്വറ്റോറിയൽ μ0/4π മൈനസ് എം ഡിവൈഡഡ് ബൈ r³. ഓക്കെ, പിക്ക് പകരം എം യൂസ് ചെയ്തു, കോൺസ്റ്റന്റിന് പകരം μ0/4π യൂസ് ചെയ്തു, അത്രമാത്രം. ഓക്കെ അല്ലേ? അടുത്തതാണ് ടോർക്ക്. ടോർക്ക് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ കാണാൻ ഇക്വേഷൻ നമുക്കറിയാം, ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഞാൻ പലവട്ടം ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ എല്ലാവരും ആൻസർ പറഞ്ഞ ഇക്വേഷൻ ആണ്. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ പി ക്രോസ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മാഗ്നറ്റിസത്തില് എന്ത്? ടോർക്ക് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഓക്കെ, മാഗ്നറ്റിന്റെ പുറത്ത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. അങ്ങനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാനൊരു മാഗ്നറ്റിക് ഡൈപോളിനെ കൊണ്ട് പ്ലേസ് ചെയ്യണം. അതായത് ബാർ മാഗ്നറ്റ്, ചെറിയൊരു ബാർ മാഗ്നറ്റിന് അങ്ങനെ ഒരു ഫീൽഡിൽ കൊണ്ടുവച്ചു. ഫീൽഡിൽ കൊണ്ടുവച്ച് എന്താ സംഭവിക്കുക? സൗത്ത് നോർത്തിന്റെ അടുത്തേക്ക് ഒരു അട്രാക്ഷൻ കാണിക്കും. സൗത്ത് പോളിന്, ഇതിപ്പോ സൗത്ത്, ഇത് നോർത്ത് അല്ലെ. സൗത്ത് പോള് നോർത്തിന്റെ അടുത്തേക്ക് അട്രാക്ഷൻ ഉണ്ടാവും, ഇവിടെയുള്ള നോർത്ത് പോളിന് സൗത്തിന്റെ അടുത്തേക്ക് അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്ഷൻ കാരണം ഈ ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ നോക്കിയാൽ തീറ്റ ആംഗിളിലായിരുന്നു ഞാൻ ഈ മാഗ്നറ്റ് പ്ലേസ് ചെയ്തത്. തീറ്റ ആംഗിളിലാണ് പ്ലേസ് ചെയ്തെങ്കിൽ എനിക്ക് ഈ സൈഡ് ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ എന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. അപ്പം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ 2a സൈൻ തീറ്റ ആണ്. ഫോഴ്സ് കാണാൻ ഇക്വേഷൻ എങ്ങനെ കിട്ടുക? നമ്മൾ നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു F/qm എന്ന് എഴുതിയില്ലേ. അങ്ങനെ F ഈസ് ഈക്വൽ ടു എന്താ? qm ഇൻറ്റു ബി ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, qm ഇൻറ്റു ബി. അപ്പോൾ qm ഇൻറ്റു ബി ഇൻറ്റു 2a സൈൻ തീറ്റ. ഓക്കെ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തോണേ. 2a qm ഇൻറ്റു ബി സൈൻ തീറ്റ. ഓക്കെ, ഈ 2aq നമുക്ക് m എന്ന് എഴുതിക്കൂടെ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് തൊട്ട് മുന്നേ പഠിച്ചതാണ് 2aq. ഓക്കെ, 2aq എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇൻറ്റു ബി സൈൻ തീറ്റ. ഓക്കെ, അതിന് ക്രോസ് ബി എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ m ക്രോസ് ബി. ഈ ഒരു ഡെറിവേഷൻ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നാവും, കാരണം വളരെ ചെറിയ ഡെറിവേഷൻ ആണ്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ചോദിച്ചാലൊന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെറിവേഷൻ, വേറെ ഒന്നിൻ്റെയും ഡെറിവേഷൻ പഠിക്കാനില്ല, ആകെ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, മെയിനായിട്ട് ഈ ഒരു ഡെറിവേഷനെ പഠിക്കാനുള്ളൂ. ഇനി അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഡെറിവേഷൻ വേണ്ട കേട്ടോ. അപ്പം പൊട്ടൻഷ്യൽ എനർജി U is equal to മൈനസ് പി ഡോട്ട് ഇ ആണെന്ന് നമുക്കറിയാം ഏതിന്റെ കേസിൽ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. എന്നാൽ മാഗ്നറ്റിക്സിൽ മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി UB is equal to പറഞ്ഞേ മൈനസ് എം ഡോട്ട് ബി. ഓക്കെ, മൈനസ് എം ഡോട്ട് ബി ആണ്. എങ്ങനെയാണ് അങ്ങനെ കിട്ടുന്നത്?
അതായത് പിക്ക് പകരം നമ്മൾ എം കൊടുത്തു, പിന്നെ എന്താ ഇക്ക് പകരം ബി കൊടുത്തു. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് എം, മറ്റേത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആയിരുന്നു. ഓക്കെ, അത് അത്ര പഠിച്ചാൽ മതി, ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ. അടുത്തതാണ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്കറിയാം, ഫ്ലക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയില്ലേ. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. അതായത് ഒരു സർഫസിലൂടെയുള്ള ടോട്ടൽ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഓക്കെ, ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, നടുവിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ചാർജിന് എന്ത് ചെയ്താൽ മതി, എപ്സിലോൺ സീറോനോട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കിട്ടും. എന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണാൻ സെയിം ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതാം. ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് പകരം ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ അല്ല ഇ ഡോട്ട് ഡി എസിന് പകരം ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് എഴുതുക. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്യൂ ബൈ എപ്സിലോൺ സീറോ, ക്യൂ എം ബൈ എപ്സിലോൺ സീറോ ഒന്നും അല്ല. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞു ക്യൂവിന്റെ പൊസിഷനിൽ ഒക്കെ ക്യൂ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഇക്വേഷൻ മാഗ്നറ്റിസം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് മോണോപോൾ ഡസന്റ് എക്സിസ്റ്റ്. നമുക്കറിയാം ഇലക്ട്രിക് മോണോപോൾ അതായത് ചാർജ് എക്സിസ്റ്റ് ചെയ്യും. ചാർജ് എയ്തർ പോസിറ്റീവ് എയ്തർ നെഗറ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഈ സെന്ററിലുള്ള ചാർജ് എയ്തർ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. എന്നാൽ നമുക്ക് മാഗ്നറ്റിന്റെ കേസിൽ സെന്ററിൽ ഒരു നോർത്ത് പോളിനെ മാത്രമോ അല്ലെങ്കിൽ ഒരു സൗത്ത് പോളിനെ മാത്രമോ വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, നോർത്തും സൗത്തും കൂടി ചേർന്നിട്ടുള്ള ഒരു മാഗ്നറ്റിനെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്നും തുടങ്ങി സൗത്തിലെത്തും അല്ലെ. സൗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തീരത്തില്ല. ഈ സൗത്തിൽ നിന്ന് മാഗ്നറ്റിന്റെ ഉള്ളിലൂടെ നോർത്തിലേക്ക് അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്താലും ആ സർഫസിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണവും തിരിച്ചു ഉള്ളിലേക്ക് കയറുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. പുറത്തേക്ക് പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണം -n അകത്തേക്ക് വരുന്നത് +n ആണെങ്കിൽ ടോട്ടൽ ഫീൽഡ് ലൈൻസ് അതായത് ആ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോവും. ഓക്കെ, അത് ആ രീതിയിൽ തന്നെ ഓർത്ത് വെച്ച് പഠിക്കണം. എന്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താ വരുന്നത്, φ = 0 എന്നാണ് കേട്ടോ. φ = 0 എന്നാണ് വരുന്നത്. ഓക്കെ, അത് ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് 0 വരുന്നു? കാരണം മാഗ്നറ്റിക് മോണോപോൾ ഡസന്റ് എക്സിസ്റ്റ് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നതുകൊണ്ടാണെന്നും പറയാം. ഓക്കെ, അടുത്തത് നമ്മൾ സം ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റിസം പഠിക്കാൻ പോവാണ്. ഓക്കെ, കുറച്ച് ടേംസ് പഠിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടേം ആണ് മാഗ്നറ്റൈസേഷൻ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ P = നെറ്റ് ഡൈപോൾ മൊമെന്റ്, അതായത് നെറ്റ് ഡൈപോൾ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഡിവൈഡ് ബൈ വോളിയം ചെയ്താൽ ക്യാപിറ്റൽ P ആയിട്ടുള്ള പോളറൈസേഷൻ കിട്ടും. ഇവിടെ മാഗ്നറ്റൈസേഷൻ കിട്ടാൻ സെയിം ടൈപ്പ് ഇക്വേഷൻ ആണ് നെറ്റ് ഡൈപോൾ മൊമെന്റ്. ഇവിടെ എന്ത് ഡൈപോൾ മൊമെന്റ് ആണ്, നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിവൈഡ് ബൈ വോളിയം, അതായത് m നെറ്റ് ബൈ v. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. മാഗ്നറ്റൈസേഷൻ m = ക്യാപിറ്റൽ M = സ്മോൾ m നെറ്റ് ബൈ v. ക്യാപിറ്റൽ M = സ്മോൾ m നെറ്റ് ബൈ v. ഈ നെറ്റ് പറഞ്ഞാൽ എന്താ, ടോട്ടൽ എന്നുള്ള മീനിങ് ആട്ടോ. ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് മീനിങ്. അടുത്തതാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ എപ്പോഴും പരിചയമുള്ള ഒരു കാര്യമാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് വേറെ ഒരു പേരൂടെ ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണേ. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന് അറിയോ? മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ φ = B.A ആണ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടും. എന്നാൽ ഫ്ലക്സ് കിട്ടും. ഇനി ഫ്ലക്സ് ഡെൻസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, φ/A ചെയ്യണം. അതായത് B.A/A. A ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ, B ആണ്.
ഇപ്പൊ ബി എന്ന് പറഞ്ഞാൽ എന്താ 5/a ആണെന്ന് കിട്ടും. ബി എന്ന് പറഞ്ഞാൽ എന്താണ് 5/a തന്നെയാണ്. 5/a എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഏരിയൽ ഡെൻസിറ്റി എന്ന് പറയും. ഏരിയ വെച്ചിട്ടുള്ള ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇത്രയൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാലും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഫ്ലക്സ് അല്ല, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും. അടുത്താണ് എന്ത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ശ്രദ്ധിക്കണം, തൊട്ട് മുന്നേ പഠിച്ചത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ആ ഫീൽഡ് ഒഴിവാക്കിയിട്ട് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് വേറെ ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഇന്റൻസിറ്റി പറഞ്ഞാൽ H ആണ്. H=N×I. നമ്മൾ സോളിനോയിഡിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സോളിനോയിഡിന്റെ നടുക്ക് കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ B=μ0NI ആണ്. ആക്ച്വലി ഈ സോളിനോയിഡിലൂടെ കറണ്ട് പോകുന്ന സമയത്താണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. n നമ്പർ ഓഫ് ടേൺസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിസത്തിന് ഫണ്ടമെന്റലി റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഈ എന്നും ഐയും ആണ്. അതായത് നമുക്കറിയാം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത് B=μ0NI. അതിൽ ഈ NI ആണ് എന്ത് മെയിൻ ആൾക്കാർ. അതിനെ മാത്രം നമ്മൾ വേറൊരു ടേം വെച്ച് വിളിക്കുകയാണ് H. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ല, മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അപ്പോൾ B=μ0×H എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. NIക്ക് പകരം നമ്മൾ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ബൈ ഹാർട്ട് ചെയ്യണം. B=μ0×H. ഇത് നല്ല അത്രയും കുറച്ച് ഇക്വേഷൻസ് മാത്രമേ നമ്മളിവിടെ പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ. ഓക്കെ, ആ ഇക്വേഷൻസ്, ആ ചെറിയ നമ്പർ ഓഫ് ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പോവാം. ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ മതി ഓരോ ഇക്വേഷനും. ഓക്കെ, B=μ0H എന്ന് വരും. H ആണ് എന്ത് NI. കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്താണത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിലൂടെ സാധാ ഏതോ ഒരു മെറ്റീരിയലിലൂടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവും. എത്രത്തോളം മാഗ്നറ്റൈസ്ഡ് ആവും എന്ന് കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ഇനി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ H ആണ്. H പറഞ്ഞാൽ എന്താ മാഗ്നറ്റിക് ഇന്റൻസിറ്റി. M/H. H അടിയിൽ കേട്ടോ, H അടിയിലാണ്. M/H. ഓക്കെ, ഇവിടെ തന്നെ ഈ നെഗറ്റീവ് ആവുമ്പോൾ, അതായത് ഒരു മെറ്റീരിയലിന് നെഗറ്റീവ് ആണെങ്കിൽ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ആ മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ റിപ്പൽ ചെയ്ത് പോവുക ചെയ്യാം. എന്നാൽ പോസിറ്റീവ് ഉള്ള ഒരു മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് അട്രാക്റ്റും ചെയ്യും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കിട്ടോ, നമുക്ക് അവസാനത്തേക്ക് ആവശ്യമുള്ളൊരു പോയിന്റ് ആണ് ഇത് രണ്ടും. നെഗറ്റീവ് റിപ്പൽ, പോസിറ്റീവ് അട്രാക്റ്റ്. നെഗറ്റീവ് റിപ്പൽ, പോസിറ്റീവ് അട്രാക്റ്റ്. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. പറഞ്ഞാൽ പെർമിറ്റ് ചെയ്യാനുള്ള കഴിവല്ലേ? ഓക്കെ, അതായത് ഒരു മെറ്റീരിയലിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് പാസ് ചെയ്യാനുള്ള എബിലിറ്റി. അതായത് ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യാൻ, അതായത് പെർമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് എന്ത് പെർമിയബിലിറ്റി. അത് കാണാനുള്ള ഇക്വേഷൻ B/H ആണ്. μ=B/H. നേരത്തെ M/H, μ=B/H. M/H, μB/H. μB/H, M/H. കണക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും സ്പീഡിൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ കയറും. അത് ഇക്വേഷൻസേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഈ 2 ഇക്വേഷനും കൂടി നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം. ഈ 2 ഇക്വേഷനേ ഉള്ളൂ, തീർന്നു. അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ഒക്കെ തീർന്നു. ഈ 2 ഇക്വേഷൻ ഏതൊക്കെ? ഫസ്റ്റ് ഇക്വേഷൻ B, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും M മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക്
ഫീൽഡ് അല്ല മാഗ്നറ്റിക് ഇന്റൻസിറ്റിയും കണക്ട് ചെയ്യുന്ന BMH കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് B is equal to mu0 MH. BMH ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ BMH കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് B is equal to mu0 M plus H. ഓക്കെ, അടുത്തത് റിലേറ്റീവ് പെർമിയബിലിറ്റി പറഞ്ഞൊരു ടേം ഉണ്ട് mu r which is equal to 1 plus chi mu r 1 plus chi mu r 1 plus chi mu r is equal to 1 plus chi. ഇത് രണ്ടൊന്നും ബൈ ഹാർട്ട് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എന്താണ് ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ നോക്കുക. അതായത് നമ്മൾ സോളിനോട് എടുക്കാം. ഓക്കെ, സോളിനോടിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സോളിനോടിനുള്ളിൽ ഞാൻ എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സോളിനോടിനുള്ളിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോളിനോടിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് B0 is equal to mu0 Ni ആണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉള്ളിലുള്ള മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആയി, അതായത് ചെറിയ മാഗ്നറ്റായി മാറി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടി. അങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയില്ല ആ ചെറിയ മാഗ്നറ്റിക് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് B is equal to എന്ത് mu0 into എന്തെന്ന് എഴുതാം? മാഗ്നറ്റൈസേഷൻ എഴുതാം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu into H എന്നും എഴുതാം. mu into H. ഓക്കെ, ഇക്വേഷൻസ് അറിയുന്നവർ തന്നെയല്ലേ? ഇതിൽ mu0 എന്നതിനെ നമുക്ക് mu0 H എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് is equal to സം ഓഫ് B0 ആൻഡ് BM ആയിരിക്കും. ഓക്കെ, B0 എന്ന് പറഞ്ഞാൽ എന്താ? mu0 into H പ്ലസ് mu0 into M is equal to mu into H. ഓരോന്നും നമ്മൾ അറിയാവുന്ന ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടിലും mu0 കൊണ്ട് കോമൺ ആക്കി എടുത്തു, M plus H എന്ന് എഴുതി. ഓക്കെ, എന്ത് mu H is equal to ഓക്കെ H റൈറ്റ് സൈഡിലേക്ക് mu0 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? mu divided by mu0 is equal to M plus H divided by H. ഓക്കെ, ഈ mu by mu0 നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി mu r which is equal to M by H. M by H എന്ന് പറഞ്ഞാൽ എന്താ? M by H chi അല്ലേ? കൈ ഇക്വേഷൻ ആയിരുന്നു M by H. ഇതാ മുകളിൽ എഴുതിയിട്ടുണ്ട് chi is equal to M by H അല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട് chi is equal to M by H. M by H പിന്നെ എന്താണ്? H by H is equal to 1. അതായത് നമുക്ക് എന്ത് എഴുതാം? mu r is equal to chi plus 1. ഇതിനാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഇക്വേഷൻ. mu r is equal to 1 plus chi എന്ന് പറഞ്ഞാൽ chi plus 1 എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? ഓക്കെ, ഈ ലെറ്റർ chi ആണ്. ഓക്കെ, ഈ mu r എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് പെർമിയബിലിറ്റി. ഇനി ബാക്കി ലാസ്റ്റിലെ ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റിസം. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റിസം ആണ് ഇനി പഠിക്കാനുള്ളത്. 3 ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഡയാമാഗ്നറ്റിസം അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ, പാരാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ, പിന്നെ എന്താണ്? ഫെറോ മാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ, ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം ആൻഡ് ഫെറോ മാഗ്നറ്റിസം. അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിന് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നിങ്ങനെ പറയാം. ഇതിൽ ഞാൻ ഇവിടെ 3 ഇമോജീസ് വരച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇമോജി ഒരു സാഡ് ആണ് അല്ലേ? അപ്പൊ എന്തിനാ സാഡ് ഇമോജി വരച്ചത്? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിട്ടാട്ടോ. ഡയാമാഗ്നറ്റിസം സാഡ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? ആള് സാഡ് ആയതുകൊണ്ട് തന്നെ അതിന് എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണ്. അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുക. വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യാണ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് മാഗ്നറ്റൈസ് ചെയ്യുക. വീക്ക് ആയിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ നമ്മൾ എന്താണ് അങ്ങനെയുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ? മാഗ്നറ്റിക് ഫീൽഡിന് ഉള്ളോട്ട് പെർമിറ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. ഓക്കെ, മാക്സിമം വിട്ടു പോകാൻ നോക്കും നമ്മൾ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാക്സിമം വിട്ടു പോകാൻ നോക്കും. കാരണം എന്താ? ആളത്ര എന്താണ് സസെപ്റ്റിബിൾ അല്ല. ഓക്കെ, അതായത് അല്ല പെർമിയബിൾ അല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അങ്ങനെ കടത്തി വിടുന്ന ആളല്ല. അപ്പം മാക്സിമം അകന്നിട്ടായിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവാ. മാക്സിമം അകന്ന് പോവാൻ നോക്കും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് ഒരുമിച്ച് ലാസ്റ്റ് പഠിക്കാം. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാണ്ട് എക്സാമ്പിൾസ് പഠിക്കാൻ ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഡയാമാഗ്നറ്റിസം നെഗറ്റീവ് ആണ്, chi നെഗറ്റീവ് ആണ്, റിപ്പൽ ചെയ്യും, വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളോട്ട് വല്ലാതെ കയറാത്തുള്ള രീതിയിലുള്ള ഈ ഡയഗ്രാം ഓർത്ത് വെക്കുകയും ചെയ്യണം. ഇങ്ങനെ ഡയഗ്രാം തന്നിട്ട് ഇത് ഏതാ മെറ്റീരിയൽ എന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ അടുത്താണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിസം. പാര എന്ന് പറയുമ്പോൾ പാര എന്നല്ല, അതിനൊന്ന് പ്യാര എന്നൊന്ന് ഓർത്തെ. പ്യാര ആണ് കുറച്ച് സ്നേഹമൊക്കെ ഉള്ള ആളല്ലേ? പ്യാർ.
കുറച്ച് സ്നേഹമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ ഇമോജി ഒന്ന് നോക്കിയാൽ ചെറുതായി ഒന്ന് ചിരിക്കുന്ന ചെറിയൊരു സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇയാളുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ്. ചെറുതാണ് പക്ഷെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് അട്രാക്ട് ചെയ്യുക. പിന്നെന്താണ്, വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണെങ്കിലും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ്, ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ അത് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ, സെയിം ഡയറക്ഷനിലാണ്. ഇൻ ദ ഡയറക്ഷൻ, നേരത്തെ എന്തായിരുന്നു, ഓപ്പോസിറ്റ് ആയിരുന്നു. ഇവിടെ എന്താണ്, സെയിം ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മാഗ്നറ്റൈസ്ഡ് ആവും. ഇവിടെ ഞാനൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ, മാഗ്നറ്റിക് അല്ല, ജസ്റ്റ് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് എന്ത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് എന്താ സംഭവിക്കുക, ഇയാൾ കുറച്ച് അട്രാക്ട് ചെയ്യും. അതായത് സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ്, ഒരുപാട് പോസിറ്റീവ് അല്ലെങ്കിലും ചെറിയൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ അകലെ അല്ലാത്ത, ഓൾമോസ്റ്റ് അടുത്ത് കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഒന്ന് ഉള്ളിൽ കൂടെ കയറി പോകാൻ നോക്കും. കാരണം അയാള് അത്യാവശ്യം പെർമിയബിലിറ്റി ഉള്ള ആളാണല്ലോ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാ ഫീൽഡ് ലൈൻസും പോകുന്നല്ല, ഏറെക്കുറെ അടുത്ത് കൂടെ പോണ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോകാൻ ഒരു ടെൻഡൻസി കാണിക്കും. വളരെ അകലുള്ളതാണെങ്കിൽ നേരെ തന്നെ പോവുകയും ചെയ്യും. ഓക്കെ, ഈ ഡയഗ്രം ഓർത്ത് വെക്കണേ. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് എന്ത്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഫെറോ, പ്യാർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആറല്ലേ, കുറച്ച് സ്നേഹമുള്ളൂ. ഫെറോ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്നേഹമുള്ള ആളാണ്. കണ്ടോ, ഈ ഇമോജിയിൽ ഭയങ്കര ഹാർട്ടൊക്കെ വരച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹമുള്ള ആളാണ് വിചാരിക്കുക. അയാൾക്ക് സസെപ്റ്റിബിലിറ്റി, അയാളെ പെട്ടെന്ന് അതായത് സസെപ്റ്റിബിലിറ്റി വളരെ കൂടുതലാണ്, പോസിറ്റീവും ആണ്, വളരെ കൂടുതലുമാണ്. പിന്നെ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. സ്ട്രോങ്ലി നേരത്തെ അട്രാക്ട് ചെയ്യെങ്കിലും വീക്കായിട്ട് അട്രാക്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യും. പിന്നെന്താണ്, സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ്, ലാർജ്, സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ്, സ്ട്രോങ്ലി അട്രാക്ട്, എല്ലാം നല്ല നല്ല ക്വാണ്ടിറ്റീസ് അല്ലേ. ഇതിന്റെ പേരാണ് എന്ത്, ഫെറോ മാഗ്നറ്റിസം. ഓക്കെ, ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എതിലെയാ പോവാ അറിയോ, എല്ലാം അങ്ങ് ദൂരെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടക്കം വളഞ്ഞ് ഈ മെറ്റീരിയലിന്റെ ഉള്ളിലൂടെ പോകാൻ നോക്കും. കാരണം ഇതിന്റെ പെർമിയബിലിറ്റി അത്രയും അല്ല, സസെപ്റ്റിബിലിറ്റി അത്രയും കൂടുതലാണ്. ഓക്കെ, നല്ലോണം പെർമിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ കൂടുതൽ, അതായത് ദൂരെ കൂടെ പോകുന്ന ആൾക്കാരടക്കം ഇതിന്റെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടക്കം എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽ ഒന്ന് കയറി പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഈ ഡയഗ്രം ഓർത്ത് വെക്കണം. ഇത് ഏതാ മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ പറയണം എന്താ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് ഒരു ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാം. ശ്രദ്ധിച്ചേ, മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് ബിസ്മത്ത്, സിലിക്കൺ, കോപ്പർ, ലെഡ്, സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഡയാമാഗ്നറ്റിസത്തിനെ ഞാൻ ഡയാന എന്ന് പറയട്ടെ. ഡയാന ബിസി ആണ്, സൈലന്റ് ആയി കോപ്പിയടി ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടെന്താ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലെ. അപ്പം ഡയാന ബിസിയാണ്, ബിസ്മത്ത് ബിസി. ഓക്കെ, സൈലന്റ് ആയി കോപ്പിയടി നടക്കുവാണ്, ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പക്ഷെ എന്താണ്, കോപ്പി അടിച്ചാൽ എന്താ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അയാൾ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയും ചെയ്യും അല്ലെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അപ്പൊ വെള്ളം, ഉപ്പ്, ലെഡ്, കോപ്പർ, സിലിക്കൺ, ബിസ്മത്ത്, ഇതൊക്കെ എന്താണ്, ഡയാമാഗ്നറ്റിസം ആണ്. ഓക്കെ, പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ എക്സാമ്പിൾസ്. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പ്യാർന്ന് ആലോചിച്ചാൽ മതി. പാര പറഞ്ഞാൽ പ്യാർന്ന് ആലോചിച്ചാൽ മതി. കുറച്ച് സ്നേഹമുള്ള ആളാ, വളരെ സ്നേഹമല്ല, കുറച്ച് സ്നേഹമുള്ള ആളാ. അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിന്റെ കലത്തിൽ സോഡ വെച്ചിട്ടുണ്ട്, ഓസിക്ക് അടിച്ച് പോയിക്കോളാൻ പറയുന്നുണ്ട് ഇയാള്. ചെറിയ സ്നേഹമുള്ള ആളായതുകൊണ്ട് തന്നെ അലൂമിനിയത്തിന്റെ കലത്തിൽ, അലൂമിനിയം തന്നെ കലം, കാൽസ്യം, സോഡ വെച്ചിട്ടുണ്ട്, ഓസിക്ക് അടിച്ച് പോവാ, ഓക്സിജൻ.
ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിട്ട് പഠിക്കും മക്കളെ. ഈ ലാസ്റ്റ് ടൈമിൽ പഠിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ട്രിക്ക് പ്രയോഗിച്ചിട്ടേ നടക്കത്തുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളെ ഡയ, പാര, പിന്നെന്താണ് ഫെറോ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞല്ലേ, ഭയങ്കര സ്നേഹമായതുകൊണ്ട് സോഡ ഒന്നുമല്ല, കോഫി തന്നെ കുടിച്ചു പോയിക്കോളാനാ പറഞ്ഞത്. നീ കോഫി കുടിക്കും. നിക്കൽ, കൊബാൾട്ട്, അയൺ. എഫ് പറഞ്ഞ അയൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ ഓടിച്ച് തീർത്തിട്ടുണ്ട്. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോവാം. ഇതിന്റെ നോട്ട് നിങ്ങൾ ഈ ക്ലാസ് ടൈമിൽ തന്നെ എഴുതിയെടുത്തിട്ടുണ്ടാവില്ല, അത്രയും ഷോർട്ട് ആയിട്ടുള്ള നോട്ടാണ്. നോട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. താങ്ക് യു.